ഒരു ബ്രെഡ് ന്യൂട്രല്ല ഫ്രൈ ഉണ്ടാക്കാണ്. അത് ഫസ്റ്റ് നമുക്കൊരു ബ്രെഡ് പൊടിച്ചെടുക്കാം. ഇനി നമുക്ക് 2 ബ്രെഡ് എടുക്കാം. അതിന്റെ നടുക്കായിട്ട് കുറച്ച് ന്യൂട്രല്ല വെക്കാം കേട്ടോ. ഇങ്ങനെയായിട്ട് പരത്തിയൊന്നും കൊടുക്കണ്ട, ജസ്റ്റ് നടുവിൽ ഇട്ട് കൊടുത്താൽ മതി. ഇനി അതിന്റെ മേലോട്ട് നമുക്ക് വേറൊരു ബ്രെഡ് വെക്കാം. ഞാനൊരു സർക്കിളായിട്ട് നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം. പ്രതീക്ഷിച്ച വെളിച്ചെണ്ണ നന്നായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇതൊരു സർക്കിളായിട്ട് എന്നിട്ട് 4 ഭാഗത്തും ഇങ്ങനെ പ്രസ് ചെയ്തെടുക്കാം. ഒട്ടാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, ഇതുപോലെ 2 എണ്ണം ഉണ്ടാക്കുക. നമ്മളിവിടെ 2 എണ്ണം കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. നമുക്ക് എത്ര വേണമെങ്കിലും അങ്ങനെ ഷേപ്പാക്കി ഇങ്ങനെ വട്ടത്തിൽ എടുക്കാം. ഇനി നമ്മളിതുപോലെ 2 എണ്ണം ഷേപ്പാക്കി എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് എത്ര വേണമെങ്കിലും ഉണ്ടാക്കാം. ഇനി നമുക്ക് മുട്ട പൊട്ടിച്ച് വെക്കാം കേട്ടോ ഒരു പ്ലേറ്റില്. അങ്ങനെ ഇവിടെ ഞാൻ മുട്ട പൊട്ടിച്ച് വെച്ചിട്ടുണ്ട്. നമുക്കിപ്പോൾ ബ്രെഡ് ന്യൂട്രല്ല ആയിട്ടുണ്ട്. ഇനി ഫ്രൈ ചെയ്യാനുള്ള കാര്യങ്ങൾ ചെയ്യാം. ഞാൻ ഇവിടെ ഇത് നിങ്ങൾക്ക് ഏത് ഷേപ്പിലും ആക്കാം കേട്ടോ. അങ്ങനെ മുട്ടയിൽ ഇതിങ്ങനെ എടുത്തിട്ട് മുട്ടയിൽ മുക്കി ഈ ബ്രെഡ് ക്രംസിലിട്ട് നേരത്തെ പൊടിച്ച് വെച്ച ബ്രെഡ് ക്രംസ് ആട്ടത് ഇങ്ങനെ ഇതിലിട്ട് നേരെ നമ്മളുടെ അവിടെ ഒരു തവ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിൽ കുറച്ച് എണ്ണ ഒഴിക്കാം. നമ്മൾ 2 എണ്ണം ഈ 2 എണ്ണത്തിൽ മുക്കിയിട്ട് വെച്ചിട്ടുണ്ട്. നമുക്ക് ഈ 2 എണ്ണത്തിന് നേരെ ചൂടായ എണ്ണയിലേക്ക് ഇടും. ഇതവിടെ നല്ല സുന്ദര കുട്ടപ്പനായി വരുന്നുണ്ട്. ഇനി ഇതൊരു അടിപൊളി കളറിലായിട്ട് വരുന്നവരെ ഒരു ബ്രൗണിഷ് കളർ പോലെ ആവുന്നവരെ നമുക്കിവിടെ വെക്കാം. നമുക്ക് ഇനി അടുത്ത പൊരിക്കാം. രണ്ടെണ്ണം നല്ല മുരിഞ്ഞ് നല്ല അടിപൊളിയായി വന്നിട്ടുണ്ട്. രണ്ടെണ്ണം നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. നമ്മളുടെ ബ്രെഡ് ന്യൂട്രല്ല ഫ്രൈ റെഡി. നമുക്കിനി ടേസ്റ്റ് ചെയ്യാം. അടിപൊളിയാ, സൂപ്പർ. എല്ലാം ട്രൈ ചെയ്യണേ.